നമസ്കാരം സുഹൃത്തുക്കളെ. ഒരു 4.5 സെൻറ്റ് സ്ഥലവും 2200 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുള്ള വീടും 87 ലക്ഷം രൂപയ്ക്ക് KME കോളേജിൻ്റെ അടുത്ത് മുദ്രക്കാട്ട് മുകൾ എന്ന് പറയുന്ന സ്ഥലത്ത് കിടക്കുന്നുണ്ട്. ഒരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റി വില്ലയാണ്. എല്ലാവരും ഗേറ്റൊക്കെ വെച്ചിട്ട് പ്രോപ്പറായിട്ട് തിരിക്കുന്ന 2200 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വില്ല വന്നിട്ടുണ്ട്. 4.5 സെൻറ്റ് സ്ഥലമുണ്ട്. ഇതാണ് അതിനകത്ത് കാണുന്ന ഈ വില്ല. അപ്പോൾ വില്ലയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് അകത്തെ വിശേഷങ്ങൾക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊന്ന് പുറത്തൊന്ന് ഓൾ റൗണ്ട് ചെയ്യാം. ഇതാണ് കാർ പോർച്ച് വരുന്നത്. നമുക്ക് അത്യാവശ്യം 2 കാറൊക്കെ നിർത്തിയിടാൻ പറ്റുന്ന രീതിയിലുള്ള കാർ പോർച്ച് ഉണ്ട്. സൈഡൊക്കെ ചെറിയ രീതിയിൽ ഗാർഡനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൈഡെല്ലാം മെറ്റിലെല്ലാം വെച്ചിട്ട് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങളും ഉണ്ട്. 2 സൈഡിലേക്ക് നീക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഗേറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ വില്ലയുടെ ഫ്രണ്ടിലുള്ള വഴി വരുന്നത്. 5 മീറ്റർ അടുത്ത് വഴി ഉണ്ട്. നമുക്ക് ഇവിടം വരെ വഴി വരുന്നുണ്ട്. സുഖമായിട്ട് കാറോ ജീപ്പോ എന്താണെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരും. അപ്പോൾ അകത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. കയറി വരുമ്പോൾ തന്നെ അത്യാവശ്യം ഈ നീളത്തിലുള്ള സിറ്റ് ഔട്ടാണ്. നമുക്ക് 2-3 ചെയറൊക്കെ ഇടാൻ പറ്റുന്ന സിറ്റ് ഔട്ടുണ്ട്. അകത്തേക്ക് കയറി വരുമ്പോൾ നമുക്ക് അത്യാവശ്യം വലിയൊരു ലിവിങ് ഏരിയ കാണാൻ പറ്റും. ലിവിങ് ഏരിയ ഇൻ ദ സെൻസ് നല്ല ലിവിങ് ഏരിയ ആണ്. ഇത്രയും നല്ല ലിവിങ് ഏരിയ ഉണ്ട്. ഇവിടെ സീ ടൈപ്പിൽ നമുക്ക് എന്താ പറയുക സെറ്റിങ് കാര്യങ്ങൾ ഇടാൻ പറ്റും. സീലിംഗ് ഒക്കെ നല്ല ഇതിനായിട്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട്. KCC ഇൻറ്റീരിയേഴ്സാണ് ചെയ്തേക്കുന്നത്. KCC ഇൻറ്റീരിയേഴ്സ് അടിപൊളി ഡിസൈനാണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു എന്താ പറയുക TV വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഏരിയ ഇതിലാക്കിയിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് പണിതിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലൊരു വാം ലൈറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ഒക്കെ അത്യാവശ്യം നല്ല ഡൈനിങ് ഏരിയ ഉണ്ട്. ഓപ്പൺ കിച്ചണോട് കൂടിയിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ്. ഇതാണ് ഡൈനിങ് ഏരിയ വരുന്നത്. എല്ലായിടത്തും നല്ല അടിപൊളി സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നമുക്കൊരു വിൻഡോയും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഡൈനിങ് ഏരിയയിൽ വാഷിംഗ് ബേസിൻ ഏരിയ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഡിസൈനാണ്. ഒരുപാട് സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ്. ഇവിടെ നമുക്കൊരു മിനി കോർട്ട്യാർഡും കൊടുത്തിട്ടുണ്ട്. അത് സ്റ്റെയർസിനോട് ചേർന്നിട്ട് ഒരു മിനി കോർട്ട്യാർഡും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഓപ്പൺ കിച്ചണോട് കൂടിയിട്ടുള്ള ഓപ്പൺ കബോർഡോട് കിട്ടിയിട്ടുള്ള കിച്ചണാണ് വരുന്നത്. ഓപ്പൺ കിച്ചൺ. ഇത് 2 കിച്ചൺ വരുന്നുണ്ട്. ഒന്ന് ഇതാണ്, ഒന്ന് ഇതാണ്. ഇതാണ് മെയിൻ കിച്ചൺ വരുന്നത്. ഇതാണ് സബ് കിച്ചൺ വരുന്നത്. വർക്ക് ഏരിയ എന്നൊക്കെ പറയുന്ന സബ് കിച്ചൺ. എല്ലാ കിച്ചൺസും പ്രോപ്പറായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട്. നാലര സെൻറ്റ് സ്ഥലമായതുകൊണ്ട് നമുക്ക് കിച്ചൺ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഏരിയയിൽ നമുക്കൊരു വേറൊരു കിച്ചൺ സെപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ താഴെ നമുക്ക് 2 ബെഡ്റൂമാണ് വരുന്നത്. അതിലൊന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. അത്യാവശ്യം വലിയ മാസ്റ്റർ ബെഡ്റൂമാണ്. കബോർഡോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ്. ഇതിലും കബോർഡാണ്, 2 ഡോർ കബോർഡാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയൊരു കബോർഡാണ്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ട് കബോർഡാണ്. ഇവിടെ ഒരു ഗ്ലാസ് ഏരിയ വന്നിട്ടുണ്ട്. അതിലും സ്റ്റോറേജ് സ്പേസ്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. സീലിംഗ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു വിൻഡോയാണ് വരുന്നത്. 2 വിൻഡോസും കൊടുത്തിട്ടുണ്ട്. സിറയുടെ മെറ്റീരിയലാണ്. ഈവൻ എല്ലാ ഐറ്റംസും സിറയുടെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് താഴത്തെ 2ാമത്തെ ബെഡ്റൂം വരുന്നത്. 2ാമത്തെ ബെഡ്റൂം അത്യാവശ്യം വലിയൊരു ബെഡ്റൂമാണ്. കബോർഡോട് കൂടിയിട്ടുള്ള ബെഡ്റൂമാണ്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഉണ്ട്. 2 ഡോർ കബോർഡാണ്. അത്യാവശ്യം വലിയൊരു ബാത്റൂമും ഇവിടെ ഉണ്ട്. ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം സിറയുടെ തന്നെ മെറ്റീരിയൽസാണ്. സീലിംഗ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മേളിലേക്ക് പോവാം. മേളിലും കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കയറി പോകുമ്പോൾ തന്നെ നമുക്കൊരു പർഗോളയുടെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അവിടെ ഗ്ലാസ് ഇട്ടിട്ട് പ്രോപ്പറായിട്ട് വെളിച്ചം കയറുന്ന രീതിയിലായി ചെയ്തിട്ടുണ്ട്.
ആ വെളിച്ചം നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് കിട്ടുന്നതാണ്. കയറി പോകുമ്പോൾ തന്നെ നമുക്ക് ഇതൊരു വുഡൻ ആൻഡ് എന്താ പറയുക മെറ്റലായിട്ടുള്ളൊരു ഹാൻഡ് റെയിലാണ്. സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്, ഗ്ലാസ് അല്ല. വെറൈറ്റി ഡിസൈനാണ്. ബ്ലാക്ക് ആൻഡ് ഈ വുഡിൻ്റെ ഡിസൈൻ ടെക്സ്ചർ അടിപൊളിയായിട്ടുണ്ട്. ഗ്രാനൈറ്റാണ്. സ്റ്റേജിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ഗ്രാനൈറ്റാണ്. അതുകൊണ്ടൊരു പൊട്ടി പോകുന്നതൊരു പേടി വേണ്ട. നമ്മൾ വീണാലേ നമുക്കേ പരിക്ക് പറ്റുള്ളൂ, ഗ്രാനൈറ്റൊന്നും പറ്റില്ല. അപ്പോൾ ഇതാണ് കയറി വരുമ്പോൾ തന്നെ ഉള്ളത്. അത്യാവശ്യം വലിയൊരു ഹോളുണ്ട് ഇവിടെ. ഇത്രയും വലിയൊരു ഹോളാണ് ഇവിടെ വരുന്നത്. ഈ ഹോളിൽ തന്നെ നമുക്ക് ടി വിയോ കാണാൻ സെറ്റപ്പ് ഉണ്ട്. സീലിംഗും കിടലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു 2-3 കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു കോട്ടിയാടും ചെയ്തിട്ടുണ്ട്. മേളിൽ ഒരു കോട്ടിയാട് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ്സോട് കൂടിയിട്ടുള്ള സെറ്റപ്പിലാണ്. ഈ കിഡ്സ് പ്ലേ ഏരിയ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ബാൽക്കണിയിലേക്ക് പോകാം. ഇതാണ് ബാൽക്കണി വരുന്നത്. അതിവിശാലമായിട്ടുള്ള ബാൽക്കണിയാണ്. ഓടി നടക്കാനുള്ള ബാൽക്കണി ഇവിടെയുണ്ട്. ഇത് അത്യാവശ്യം പീസ് ഏരിയ എന്ന് വെച്ചാൽ ഭയങ്കര പീസ് ഏരിയ ആണ്. ഇവിടെ ഒരു ക്ഷേത്രവും കാര്യങ്ങളുണ്ട്. പള്ളിയും തൊട്ടടുത്താണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അടുത്തടുത്തടുത്ത് വരുന്നത്. പീസ് ഏരിയയിലേക്ക് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കിടിലൻ ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് പോവാം. 4 ബെഡ്റൂമാണ്. താഴെ 2 ബെഡ്റൂം, മേളിൽ 2 ബെഡ്റൂം. വീട്ടിടാൻ പറ്റുമോ നോക്കട്ടെ. വീട്ടിടാൻ പറ്റും. അപ്പോൾ മേളത്തെ ബെഡ്റൂമാണ്. 1ാമത്തെ ബെഡ്റൂമാണിത്. താഴത്തെ ഉള്ളതുപോലെ തന്നെ അത്യാവശ്യം വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ഒരു 2 ഡോർ കബോർഡാണ്. അതിൻ്റെ മേളിലായിട്ട് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. സീലിംഗ് കിടിലാണ് ചെയ്തിട്ടുണ്ട്. സിറയുടെ മെറ്റീരിയൽ ഉപയോഗിച്ച അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഉള്ളത്. ഇതാണ് അടുത്ത ബെഡ്റൂം വരുന്നത്. 4ാമത്തെ ബെഡ്റൂമാണത്. ഇതും താഴത്തെ അതേ ഇതിൻ്റെ മേളിൽ ഡിറ്റോയായിട്ട് വന്നിരിക്കുന്ന ബെഡ്റൂമാണ്. സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഒരു 3 ഡോർ കബോർഡ് വന്നിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ടുണ്ട്. സീറയുടെ മെറ്റീരിയലാണ് ഉപയോഗിച്ചത്. ACC ആണ് കബോർഡ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ACC അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ACC യു ആർ ഗ്രേറ്റ്. നല്ല കബോർഡാണ്. സിമ്പിൾ ഡിസൈൻ. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉള്ള ഒരു കബോർഡാണ്. ഇനി ഈ വീടിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ഈ വീടിൻ്റെ ലാസ്റ്റ് പാർട്ട്. ഇതിൻ്റെ പേരെന്താണ് പറഞ്ഞത്? ഓപ്പൺ ടെറസ്. കൃത്യമായിട്ട് എന്താ പറയുക, ഗ്രില്ലൊക്കെ ചെയ്തിട്ട് യാതൊരു പൂച്ച പട്ടി അതാക്കിയൊന്നും കയറാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. ടൈലോട് കൂട്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റെയർ കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ സ്റ്റെയർസ് എല്ലാം എന്താ പറയുക മെറ്റലാണ് ചെയ്യാറ്. ഇത് സ്റ്റെയർ പ്രോപ്പറായിട്ട് ഇതിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ 4.5 സെൻറ്റ് സ്ഥലവും 2200 സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള വില്ലയും വരുന്നുണ്ട്. 87 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ രീതിയിലൊക്കെ നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ സ്ഥലത്തിനൊക്കെ ഏകദേശം 7 ലക്ഷം രൂപ 6 ലക്ഷം രൂപ വിലയുള്ള 6 ലക്ഷം രൂപയുടെ മേളിൽ സ്ഥലം വിലയുള്ള 6 രൂപ 7 രൂപക്ക് വിലയുള്ള സ്ഥലത്താണ് ഈ പറഞ്ഞ പ്രൈസിന് ഇത്രയും കിടിലൻ പുതിയ വില്ല കിട്ടുന്നത്. 87 ലക്ഷം രൂപ ചോദിക്കുന്നുള്ളൂ. നെഗോഷ്യബിളാണ്. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം. അടുത്ത വീഡിയോയുമായിട്ട് നാളെ കാണാം. ബൈ.